ഓക്കെ, ഇത് സാധാ ഇൻ്റർകോം തന്നെയാണ് ദഹുവയുടെ, പക്ഷേ വില്ല അപ്പാർട്ട്മെൻറ്റ് സെറ്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിജിറ്റ്സ് കണ്ടോ, ഇതിന് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്കൊരു 10 ഇൻഡോർ സ്റ്റേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതെല്ലാം കണക്ട് ചെയ്ത് നിൽക്കുന്ന മെയിൻ ഔട്ട്ഡോർ സ്റ്റേഷനിലായിരിക്കും. ഇതാണ് ഔട്ട്ഡോർ സ്റ്റേഷൻ. ഇതിലിപ്പോൾ 1 ആക്കിയിട്ട് ഞാൻ കോൾ ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 1 ഏത് ഇൻഡോർ സ്റ്റേഷനാണ് സെറ്റ് ചെയ്തേക്കുന്നത് അതിലേക്ക് കോൾ മാത്രം പോകും. ബാക്കി 9 ഡിസേബിൾഡ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാക്കുക, സാധാ ചെയ്യുന്നവർ തന്നെ നമ്മൾ ഇൻ്റർകോമിൻ്റെയും ഇതെല്ലാം നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്വിച്ച് കണക്ട് ചെയ്യുക. അതിൻ്റെ ബാക്കി കോൺഫിഗറേഷൻ വരുന്നത് ദഹുവയുടെ കോൺഫിഗ് എന്ന് പറഞ്ഞ ടൂളിലാണ്. സോ കോൺഫിഗ് ടൂളിൽ വന്നു. കോൺഫിഗ് ടൂളിൽ നോക്കി കഴിഞ്ഞാൽ 11 ഡിവൈസ്, ഒരു VTOയും 10 ഇൻഡോർ ഡിസ്പ്ലേയും VTHും വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ പോകേണ്ടത് ഡിവൈസ് കോൺഫിഗിലാണ്. ഡിവൈസ് കോൺഫിഗ് പോയി കഴിഞ്ഞാൽ VTOയും VTH സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അതിൻ്റെ IPയും കാര്യങ്ങളും ലിസ്റ്റ് ചെയ്തു. സെർച്ച് സെറ്റിംഗ്സിൽ പോയിട്ട് യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസുകളുടെ പാസ്വേഡ് യൂസർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് എടുക്കും. അല്ലെങ്കിൽ പാസ്വേഡ് ഓരോന്നാണ് കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ 220 ഫസ്റ്റ് റൂം വരുന്നത്, അതിൻ്റെ ഗെറ്റ് ഡിവൈസ് ഇൻഫോ കൊടുത്തു. അപ്പോൾ റൂം നമ്പർ 1 കാട്ടി. ഞാൻ ഓൾറെഡി ജസ്റ്റ് കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നു, ചെറിയ ചേഞ്ചസ് വരുത്താണ്ട് 1#0 അടിച്ചു. 1#0 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റൂം #0 ഗ്രൗണ്ട് ഫ്ലോർ. ഞാൻ എല്ലാ റൂമുകളെയും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ സെറ്റ് ചെയ്ത് തന്നെ, കാരണം കോളിംഗ് പർപ്പസ് എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ ഔട്ട്ഡോർ VTO എന്ന് വിളിക്കാനായിട്ട് കുറച്ച് പ്രശ്നമുണ്ട്, ഈ റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ എന്നൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ദെൻ മെയിൻ IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ VTH എവിടെയാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ IP ആണ്. എൻ്റെ മെയിൻ VTH 222 അപ്പോൾ ആ 222 എന്ന് പറഞ്ഞാൽ IP 192.168.1.222 ആ IP കൊടുത്തു. ഇതിനൊക്കെ സബ് VTH ആഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മെയിൻ VTHൻ്റെ യൂസർ നെയിം ആണ്. ഓക്കെ, അഡ്മിൻ. പാസ്വേഡ് വരുന്നത് നമ്മൾ എന്താണോ പാസ്വേഡ് ഇട്ടത് ആ പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, മെയിൻ VTHൻ്റെ പാസ്വേഡ്. ദെൻ സിപ്പ് സെർവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സിപ്പ് സെർവറിൻ്റെ അവിടെ നമ്മുടെ മെയിൻ VTO ഉണ്ടാവുമല്ലോ, ഔട്ട്ഡോർ യൂണിറ്റ്, ആ ഔട്ട്ഡോർ യൂണിറ്റ് IP കൊടുക്കുക. 192.168.1.230 ആണ് എൻ്റെ മെയിൻ ഔട്ട്ഡോർ യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ IP കൊടുക്കുക. സോ അത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തു. അതിന് താഴെയുള്ള രജിസ്ട്രേഷൻ പാസ്വേഡ് ഡിഫോൾട്ട് തന്നെ കൊടുക്കുക. കാരണം ഇത് എന്താ, നമ്മൾ ചേഞ്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ VTOയിൽ പോയിട്ട് റൂം നമ്പർ ആഡ് ചെയ്യുമ്പോൾ അവിടെയും ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിഫോൾട്ട് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് കോൺഫിഗറേഷൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു. ദെൻ ഓക്കെ കൊടുത്തു. കോൺഫിഗറേഷൻ ഇനി അപ്ലൈ കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, അപ്ലൈ ടു കൊടുത്തു. 220 അപ്ലൈ ചെയ്തു. 220 ആണ് എൻ്റെ ഫസ്റ്റ് റൂം. കൊടുത്തു, കോൺഫിഗറേഷൻ കൊടുത്തു. അപ്പോൾ ഓൾറെഡി ഗ്രീൻ ടിക്ക് കാട്ടി, അതിനർത്ഥം ഓക്കെ ആണ്, കോൺഫിഗറേഷൻ സക്സസ് ആയിട്ട് അപ്ലോഡ് ആയെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് റീഫ്രഷ് ചെയ്യാം. അതിനുശേഷം VTHൻ്റെ അണ്ടറിൽ 221 എടുക്കുക. അതിൻ്റെ സെക്കൻഡ് റൂമാണ്. ഓക്കെ, 221 സെലക്ട് ചെയ്തു. ഗെറ്റ് ഡിവൈസ് ഇൻഫോ എടുത്തു. അതിനുശേഷം റൂം നമ്പർ 2 മെയിൻ VTHൻ്റെ IP കൊടുത്തു. ഇതിന് സബ് VTH ആഡ് ചെയ്തു. ദെൻ മെയിൻ യൂസർ യൂണിറ്റ് മെയിൻ VTHൻ്റെ ഏതാണോ യൂസർ നെയിം അത് കൊടുത്തു. അതിനുശേഷം പാസ്വേഡ് കൊടുത്തു. പാസ്വേഡ് മെയിൻ VTHൻ്റെ പാസ്വേഡ് കൊടുത്തു. നമ്മൾ നേരത്തെ കൊടുത്ത അതേ പാസ്വേഡ്, മെയിൻ VTHൻ്റെ പാസ്വേഡ് കൊടുത്തു. സിപ്പ് സെർവർ സെയിം തന്നെയാണ്. ഓക്കെ, രജിസ്ട്രേഷൻ പാസ്വേഡ് ഒന്നും കൊടുക്കണ്ട. അപ്ലൈ കൊടുത്തു. 221ലേക്ക് 2 എന്ന് പറഞ്ഞ റൂം 221 ആണ്. കോൺഫിഗറേഷൻ ലോഡ് ചെയ്തു. ഓക്കെ, ഗ്രീൻ ടിക്ക് വന്നിട്ടുണ്ട്, ഓക്കെ ആണ്. ഞാൻ റീഫ്രഷ് ചെയ്തു. ദെൻ VTOയുടെ IP ഇനി നമുക്ക് എടുക്കാം. ഓക്കെ, VTHകൾ കോൺഫിഗർ ചെയ്തു, 2 കോൺഫിഗർ ചെയ്തു. ഇനി VTOയുടെ IP എടുത്തു 230. ഓക്കെ, ഇനി VTOയിലാണ് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ VTOയുടെ അഡ്രസ്സ് നമ്മുടെ അഡ്രസ് ബാറിൽ ഒരു എഡ്ജ് എടുത്തിട്ട് എഡ്ജിലോ ഏതെങ്കിലും ബ്രൗസറിലോ VTOയുടെ അഡ്രസ്സ് അടിക്കുക. ഓക്കെ, VTOയ്ക്ക് നമ്മൾ എന്ത് യൂസർ നെയിം ആണോ കൊടുത്തത്, യൂസർ നെയിം പാസ്വേഡും ടൈപ്പ് ചെയ്യുക ലോഗിൻ ചെയ്യാനായിട്ട്. യൂസർ നെയിം പാസ്വേഡും ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ നോക്കിയാൽ ലോക്കൽ സെറ്റിംഗ്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ മെയിൻ സെറ്റിംഗ്സ് എല്ലാം വരും. ലോക്കൽ സെറ്റിംഗ്സ്, ഹൗസ് ഹോൾഡ് സെറ്റിംഗ്സ്, അങ്ങനെ നെറ്റ്വർക്ക് തുടങ്ങിയ എല്ലാം ഉണ്ടാവും. അത് ഹൗസ് ഹോൾഡ് സെറ്റിംഗ്സ് എടുക്കുക. അതിൽ VTH മാനേജ്മെൻറ്റ് നോക്കി കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി 4 റൂംസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് താഴെ ആഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. സോ നമുക്കൊരു റൂം ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് റൂം നമ്പറിൻ്റെ അവിടെ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കാം. റൂം നമ്പർ ഞാൻ ഇപ്പോൾ ജസ്റ്റ് റൂം നമ്പർ 5#0. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്തു. ബാക്കിയെല്ലാം ഡിഫോൾട്ടായിട്ട് രജിസ്റ്റർ പാസ്വേഡും രജിസ്റ്റർ ടൈപ്പ് ഒക്കെ ഡിഫോൾട്ട് സേവ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ റൂം നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ #0 ഈ റൂം നമ്പറാണ് ഈ 1 2 3 4 5 എന്ന് പറഞ്ഞത്. #0 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ഹാഷിന് ശേഷം 1 ഇട്ട ഫസ്റ്റ് ഫ്ലോർ, അങ്ങനെ ഒരു കൺസെപ്റ്റിലായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് 1#0 സെറ്റ് ചെയ്തു. ഓക്കെ, 1#0യിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് റൂം. ഇനി 1#1 ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ ഫസ്റ്റ് റൂം. അപ്പോൾ ഇത് കോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട്. അപ്പം ആ ഒരു ടൈപ്പിംഗ് പാറ്റേൺ വ്യത്യാസം വരും. ഇത് ജസ്റ്റ് 1 വിളിച്ചിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് റൂം, 2 വിളിച്ചിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് റൂം, അങ്ങനെ പൊക്കോളും. അപ്പോൾ ഫ്ലോറുകൾ തമ്മിൽ തിരിക്കുന്നില്ല, ജസ്റ്റ് റൂം നമ്പേഴ്സിലായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത്. പല ഫ്ലോറിലും പല റൂമാണെങ്കിലും റൂം നമ്പറിൻ്റെ ബേസിൽ ഞാൻ അങ്ങ് സെറ്റ് ചെയ്യുന്നു.
അപ്പോൾ 1 തൊട്ട് 5 വരെയുള്ള റൂം എല്ലാ റൂമുകളും ഞാൻ ഗ്രൗണ്ട് ഫ്ലോറാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്തു. നമ്മൾ 5 റൂം ആഡ് ചെയ്തിട്ടുണ്ട്. 5 റൂം ഇവിടെ ആഡ് ചെയ്ത് വെച്ചു. ഓക്കെ. അപ്പോൾ നമ്മൾ VTOയുടെ അകത്ത് പോയിട്ട് റൂം നമ്പേഴ്സും കാര്യങ്ങളും ആഡ് ചെയ്തു. VTHൽ കോൺഫിഗറേഷൻ മെയിൻ VTH 222ൽ നമ്മൾ മെയിൻ VTH ആയിട്ട് കോൺഫിഗർ ചെയ്തു. ദെൻ സബ് VTH ആയിട്ട് 2 റൂമുകൾ ആഡ് ചെയ്തു. അങ്ങനെ റൂമുകളെല്ലാം സെറ്റ് ചെയ്തു. റൂമിന് സ്പെസിഫിക് ആയിട്ട് VTHൻ്റെ അകത്ത് നമ്പറിങ് ഇട്ടു. അതേപോലെ VTOയുടെ അകത്ത് പോയിട്ടുള്ള കോൺഫിഗറേഷനും കഴിഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് ഓരോ VTOയിലും പോയി നോക്കാം. ഇതാണ് നമ്മുടെ മെയിൻ VTH. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സിൽ പോവുക. അതിൽ അതർ ഇതിൽ പ്രൊജക്റ്റ് സെറ്റിങ്സ്. ഓക്കെ. സെറ്റിങ്സിൽ നമ്മുടെ പാസ്വേഡ് അടിക്കുക. ഓക്കെ, പാസ്വേഡ് അടിച്ച് ഓക്കെ അകത്ത് കയറി. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ IP. ഓക്കെ, സ്റ്റാറ്റിക് കൊടുത്തേക്കുന്നത്. ദെൻ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് VTO കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ VTH ആണിത്. നമുക്ക് ഓക്കെ അറിയാം. VTOയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ VTO സെലക്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ പോയി കിട്ടും. VTO സെലക്ട് ചെയ്തിട്ട് എനേബിൾ സെറ്റിങ്സ് കൊടുക്കുക. അതിനുശേഷം മെയിൻ VTOയുടെ IP അടിക്കുക. ഇവിടെ എൻ്റെ 1.230 ആണ് മെയിൻ VTO. ഒരു VTO ഉള്ളൂ. അത് കൊടുത്തു. അതിനുശേഷം യൂസർ നെയിം പാസ്വേഡ് അത് കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക. ഓക്കെ, അത് ഞാൻ റീബൂട്ട് ആയി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് മോണിറ്ററിൽ നോക്കി കഴിഞ്ഞാൽ മെയിൻ VTOയുടെ വ്യൂ കിട്ടും. ലോക്ക് വന്നിട്ടും ഒക്കെ എനേബിൾഡ് ആയി. ഓക്കെ, കിട്ടും. ഇതാണ് സെറ്റപ്പ് ഇതിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ഓരോ ഡിസ്പ്ലേ ഇവിടെ 10 ഡിസ്പ്ലേ എടുക്കേണ്ടത്. അപ്പോൾ 10 ഡിസ്പ്ലേ എങ്ങനെ, അപ്പോൾ 1 ആക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഡിസ്പ്ലേ വരും. അങ്ങനെ എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ കോള് വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പണായി. അപ്പോൾ അതാണ് കോളിൻ്റെ പരിപാടി. ഇനി നമ്മൾ മോണിറ്ററിൽ അല്ലാണ്ട് പോവുകയാണെങ്കിൽ മോണിറ്റർ VTO എടുക്കുകയാണെങ്കിൽ നമുക്ക് അല്ലാണ്ടും അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മോണിറ്റർ വ്യൂ കിട്ടാനായിട്ടുള്ള. അപ്പോൾ ഇത്രയേ ഉള്ളൂ VTO VTH ആഡിങ് അപ്പാർട്ട്മെൻറ്റ് വില്ല കോൺഫിഗറേഷൻ ദഹുവയുടെ.